ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വാവ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് മാളും വാവ ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് വീട് സത്യം പറഞ്ഞാൽ കുട്ടികളില്ലാത്ത വീട് വെറുതെയാന്ന് പറയണത് കേട്ടിട്ടില്ല. അത് ശരിക്കും സത്യമാണ് കേട്ടോ. പിള്ളേരില്ലെങ്കിൽ ഒരു സുഖവും ഉണ്ടാവില്ല. ഫുഡ് ഉണ്ടാക്കാൻ തോന്നണില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നണില്ല, ഒന്നും തോന്നണില്ല. മക്കളില്ലാണ്ട് എന്തോ പോലെ അവർ വിരുന്ന് പോയിരിക്കുകയാണ് കേട്ടോ. മറ്റന്നാൾ വരും, ഞായറാഴ്ച വരും. അപ്പോൾ കാലത്തുള്ള പണി വേണ്ട, മുറ്റടിച്ചിട്ടില്ല. അതൊക്കെ മാളും വാവ ഉണ്ടെങ്കിൽ വാവയാണ് കേട്ടോ ഫ്രണ്ടിലത്തെ മുറ്റടിക്കുക, ബാക്ക് സൈഡ് മാളും വാവയും അടിക്കുക, അങ്ങനെയാണ് കേട്ടോ. മുറ്റത്ത് ഇന്നലെ ഞാനൊക്കെ അടിച്ചിട്ടതാണ്. ഇപ്പോൾ വീണ്ടും ഇലകളൊക്കെ വീണിട്ട് ഇങ്ങനെ മാങ്ങകൾ ഫുള്ള് കൊഴിഞ്ഞു പോവാന്നേ. എല്ലാ മാങ്ങയും കൊഴിഞ്ഞു പോവുക. ചൂട് കാരണമാണ് തോന്നുന്നു എല്ലാ മാവും കൊഴിഞ്ഞു പോവുക. ഞാൻ കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കറി ഉണ്ടാക്കണം. എന്താ കറി വയ്ക്കുകയെന്നറിയില്ല. ഉണ്ട് മാങ്ങ കൊത്തി നിൽക്കണ, നോക്കിയേ, കൊത്തിയിട്ട് നിൽക്കണ കണ്ടോ മാങ്ങ. മിറ്റടിക്കട്ടെ, കുറച്ച് ചപ്പൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ മിറ്റമൊക്കെ അടിച്ച് ചോറായി. കറി വെച്ചിട്ടില്ല. കറി തൽക്കാലം ഞാൻ കറിയൊന്നും വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു ചമ്മന്തി അരയ്ക്കണം. പിന്നെ മീൻ വരികയാണെങ്കിൽ മീൻ വാങ്ങിക്കണം. എന്തെങ്കിലും മത്തിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് വറുക്കാൻ വേണ്ടി. കിച്ചുവിന് എന്തെങ്കിലും ഇല്ലാണ്ട് കിച്ചു ചോറ് കഴിക്കില്ല. അപ്പോൾ എന്തെങ്കിലും മീൻ എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് വെച്ചിട്ടാണ്. ജോലി കിടക്കണുണ്ടോ? ജോലിക്ക് ചൂടെടുത്തിട്ടേ കൂട്ടിൽ കിടക്കുമ്പോൾ അവൾ കരഞ്ഞ് നിലവിളിക്കുക. അപ്പോൾ ഞാൻ പുറത്തേക്ക് ആക്കിയതാണ്. ഭയങ്കര ചൂടല്ലേ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അവൾ കൂട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവൾക്ക് കരയുക. അവൾക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സുഖമാണ്. ഇപ്പോൾ കിടക്കണ കിടപ്പ് കണ്ടില്ലേ. ഇന്നലെ ഞാൻ കുളിപ്പിച്ചു കൊടുത്തു കേട്ടോ. കുളിപ്പിച്ചു കൊടുത്തു പറഞ്ഞാൽ എനിക്ക് കുളിപ്പിക്കാൻ പേടിയാണ്. അപ്പോൾ ഞാൻ വെറുതെ കൂട്ടിൽ നിർത്തിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആ കൂട് നല്ല തണുപ്പല്ലേ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കൂട്ടിൽ അവൾ കിടന്നപ്പോൾ ഇന്നലെ വലിയ കുഴപ്പമുണ്ടായില്ല. ഇന്ന് വീണ്ടും ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറക്കിയതാണ് കേട്ടോ. ഇന്നലത്തെ പണിയാണ് കേട്ടോ അതൊക്കെ. കണ്ട് എൻ്റെ ആപ്പിൾ ചാമ്പ 2 ദിവസം വീട്ടിൽ പോയി നിന്നപ്പോഴേക്കും ചാമ്പയുടെ ഇലകളൊക്കെ പഴുത്ത് പോയി. 2 ദിവസം വെള്ളം ഒഴിക്കാണ്ടായപ്പോഴേക്കും ഇങ്ങനെ ആയി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ തടമൊക്കെ എടുത്ത് കണ്ടോ, തടം എടുത്തതാണ്. തടമൊക്കെ എടുത്തിട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ കുറച്ചൊരു ഉഷാറായി. ഇതാണ്, വീട്ടിൽ പോയി കഴിഞ്ഞാൽ 2 ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഇന്നലെ ഇവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയിൽ കത്തിച്ചു കേട്ടോ. മാളുവായും പറയാ, അമ്മ മിറ്റൊന്നും അടിക്കണ്ട, ഞങ്ങൾ വന്നിട്ട് മിറ്റമൊക്കെ അടിച്ചോളാന്ന്. അവർ വരണവരെ മിറ്റടിക്കാതിരുന്നാ എൻ്റെ ഒപ്പം നടക്കുക കേട്ടോ അവൾ. ചൂടെടുത്തിട്ടേ ഭയങ്കര ചൂടല്ലേ ഇവിടെ, എന്തൊരു ചൂടാ. പാടത്തിൻ്റെ സൈഡായതുകൊണ്ടേ, പ്രത്യേകിച്ച് പറയുമ്പോൾ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും അവർക്കൊന്നും ചൂട് സഹിക്കാൻ പറ്റില്ലല്ലോ, പാവം. ഇവിടെ കൊന്ന പൂത്ത് നിൽക്കണ കണ്ടോ, എന്ത് രസമാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊന്ന അങ്ങനെ പൂത്ത് നിൽക്കണത് കാണാൻ വേണ്ടി. നമ്മുടെ വീട്ടിലെ കൊന്നപ്പൂ. ഇവിടെ എല്ലാവരും ഇവിടെ വന്നാൽ കൊന്നപ്പൂ പറിച്ചു കൊണ്ടുപോകാം കേട്ടോ. കണ്ടോ കണിക്കൊന്ന, നല്ല രസമല്ലേ കാണാൻ. എൻ്റെ പിന്നാലെ കയറി വരണം, നോക്കിയേ. കണ്ടോ തെങ്ങൊക്കെ വാടി നിൽക്കണം, നോക്കിയേ. ഫുള്ള് തെങ്ങ് 2 ദിവസം നനയ്ക്കാണ്ടായപ്പോഴേക്കും ആകെ വാടി നാശമായി പോയേക്കണം. മാങ്ങ പഴുത്ത് കിടക്കണുണ്ടോ. കണ്ടോ മാങ്ങകൾ എത്രയാ പഴുത്ത് വീണ് കിടക്കണ. ഇത് രാത്രിയാകുമ്പോൾ പടപടാന്ന് സൗണ്ട് കേൾക്കണതേ, ഇതിങ്ങനെ വീഴണതാ. ടെറസിൻ്റെ മുകളിൽ എത്ര വൃത്തിയിൽ അടിച്ചു വരിയതാ, കണ്ടില്ലേ. വീണ്ടും ചപ്പ് നിറഞ്ഞു. മാങ്ങ കണ്ടില്ലേ, ഒക്കെ വീണ് പോവാന്ന്. എല്ലാ മാങ്ങയും വീണ് പോവുക. എത്ര മാങ്ങയാ കൊത്തി കൊത്തി നിൽക്കണത്. ഇയാൾ എന്താ അറുക്കാൻ വരാത്ത അറിയില്ല. കൊടുത്ത മാവാണ് കേട്ടോ, പക്ഷെ അവരിതുവരെ അറുക്കാൻ വന്നിട്ടില്ല. കണ്ടോ ഫുള്ള് മൂത്ത് നിൽക്കണത്. തേങ്ങയൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് തന്നെ ഇടാൻ പറ്റാവുന്ന തേങ്ങയുണ്ടോ, പക്ഷെ ഇത് പൊളിക്കാനാണ് പ്രശ്നം. ഇതൊന്നും പാരയും കൊണ്ട് പൊളിച്ചാൽ കിട്ടുകയില്ല. ഭയങ്കര ബലമാണ് ഇതൊക്കെ. പഴുത്ത മാങ്ങയാണ് കേട്ടോ, നല്ലോണം പഴുത്തിട്ടില്ല.
എനിക്ക് ഇങ്ങനത്തെ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. നല്ലോണം പഴുത്ത മാങ്ങ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത് നമുക്ക് ചെത്തിയിട്ട് കഴിക്കാം. ഇത്ര നേരമായിട്ട് ഞാൻ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. എന്താ കഴിക്കുക എന്നുള്ളത് അറിയില്ല. ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിയൊക്കെ അരച്ച് ചോറുണ്ണാമെന്നാണ് വിചാരിക്കുന്നത്. വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ട് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെണ്ടയ്ക്ക കറി വെച്ച് എനിക്ക് ഇഷ്ടമല്ല. ഉപ്പേരി തോന സവോളയൊക്കെ ഇട്ട് ഉപ്പേരി വയ്ക്കണത് ഇഷ്ടമാണ്. അപ്പോൾ വെണ്ടയ്ക്ക് മീൻകാരനെ കാത്തിരുന്ന എത്ര നേരം മീൻകാരൻ വന്നിട്ടില്ല. മീൻകാരൻ ഇനി വരുമോയെന്ന് അറിയില്ല. ഇപ്പം എന്നാ സമയം 12 മണി ആവാറായില്ലേ. നാളെ ഞങ്ങളുടെ ഇവിടെ നേർച്ചയാണ് കേട്ടോ. ചിലപ്പോൾ ഇന്ന് മീൻകാരൻ വരില്ലായിരിക്കും. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക കുറച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് അരിയാണ്. വെണ്ടയ്ക്കൊക്കെ കുറേ ദിവസമായി ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ വാടി പോലെ ആയിരിക്കുന്നു കേട്ടോ. വാടല്ല, ഒരു വഴുവഴുപ്പ് വന്ന പോലെ. അപ്പോൾ നല്ലത് നോക്കി എടുത്തിട്ട് കുറച്ചെടുത്ത് ഉപ്പേരി വയ്ക്കാമെന്ന് വെച്ചിട്ട് അരിയാണ് കേട്ടോ. അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെറുതെ മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് കഴിക്കാനാണേ. പിന്നെ ഇതാ വെണ്ടയ്ക്ക ഉരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉപ്പേരി വയ്ക്കാൻ. ചായ. ഇതിപ്പോൾ എത്രാമത്തെ ഗ്ലാസ്സാണെന്നറിയോ, എത്രാമത്തെ കപ്പാണെന്നറിയോ? ഇത് 5ാമത്തെ കപ്പ് ചായയാണ് കേട്ടോ. ഇന്ന് നേരം വെളിച്ചയായിട്ട് ഇത്ര നേരം കൊണ്ട് ഞാൻ ഇതുപോലത്തെ 5 കപ്പ് ചായ, ഇത് 5ാമത്തെ കപ്പ് ചായയാണ് കുടിക്കാൻ പോവുകയാണേ. ഇതും കൂടി കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ വയറ് ഫുള്ളാവും. ഇന്ന് ചായയും കൊണ്ട് ഉച്ചവരെ എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ കേട്ടോ. എൻ്റെ എനർജി ഡ്രിങ്കാണ് കേട്ടോ ചായ. പച്ചവെള്ളം കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്, അതേപോലെയാണ് ഞാൻ ചായ കുടിക്കുക കേട്ടോ. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒറ്റ കപ്പ് ചായ ഞാൻ കുറച്ച് നേരം കൊണ്ട് കുടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ല. ഞാൻ കാലത്ത് പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് പലഹാരം ഉണ്ടാക്കി. ആർക്കും വേണ്ട, കിച്ചനൊന്നും വേണ്ടെന്ന് പറഞ്ഞു അവന്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഞാനും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇതിലൊരു പാത്രം ചായ ഞാൻ കാലത്ത് വെച്ചതാണ് കേട്ടോ. ചായ എല്ലാ പ്രാവശ്യവും ഇതിലൊരു പാത്രം ചായ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി കുടിക്കാറുണ്ട്. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക്, ഇന്ന് കിച്ചും ചായ കുടിച്ചിട്ടില്ല. കിച്ചുവിന് നല്ല ചുമയും കഫക്കെട്ടാ പറഞ്ഞുകൊണ്ട് അവൻ പാൽ ചായ വേണ്ട പറഞ്ഞു. അപ്പോൾ ഇതിലൊരു പാത്രം ചായ വെച്ചിട്ട് ഈ സമയം കൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ ചായ മുഴുവൻ കുടിച്ച് തീർത്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ അങ്ങനെ? പാത്രങ്ങൾ കഴുകാനുണ്ട്. നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ ഇതൊക്കെ അതൊക്കെ കളയാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങയിൽ ഉപ്പും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അങ്ങോട്ട് തിരിഞ്ഞ സൂപ്പർ. അപ്പോൾ ഇതാ മാങ്ങയിൽ ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്മിയിട്ടുണ്ട് കേട്ടോ. വായിൽ വെള്ളം വരണം കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ വെണ്ടയ്ക്ക ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് സവാള അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോനെ സവാള ഇട്ടാലാട്ടോ ഉപ്പേരി ഇഷ്ടമുള്ളൂ. വെണ്ടയ്ക്ക കുറച്ചും സവാള കൂടുതൽ വേണം. എന്താ പറയുക, എനിക്ക് വെണ്ടയ്ക്ക അധികം ഇഷ്ടമല്ല. പിന്നെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പേരി വയ്ക്കാം. വെണ്ടയ്ക്ക ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അത് കഴുകിയെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കുപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെണ്ടയ്ക്കുപ്പേരി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് അത് കഴുകിയിട്ട് നമുക്കതിൽ മുട്ട വറക്കാം. എനിക്കില്ലേ കുറേ പാത്രങ്ങൾ എടുക്കണത് വലിയ ഇഷ്ടമില്ല കേട്ടോ. എടുക്കുന്ന പാത്രം അപ്പോൾ കഴുകി വെക്കുന്നതാണ് എൻ്റെ ശീലം. ഇതാ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കുകയാണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണികൾ കഴിഞ്ഞു കേട്ടോ. കുറച്ചും കൂടി പാത്രങ്ങൾ കഴുകാനുണ്ട്, അത് കഴുകി കഴിഞ്ഞാൽ കുളിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഇപ്പോൾ ഏകദേശം സമയം 1:30 ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ കുളിച്ചിട്ട് വരാം. എല്ലാം തുടച്ച് ക്ലീനാക്കിയിട്ടു. ഇവിടെ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം കിച്ചുവിന് തുളസി വെള്ളം വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിയും അച്ചാറൊക്കെ പാത്രത്തിലാക്കി എല്ലാം കഴുകി സെറ്റാക്കി വെച്ചു. ഇനി പോയി കുളിക്കട്ടെ. അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തട്ടിക്കൂട്ട് കറി വെണ്ടയ്ക്ക ഉപ്പേരിയും കോഴിമുട്ട വറുത്തു. നമ്മുടെ പഴുത്ത മാങ്ങയല്ല, കുറച്ച് പഴുത്ത മാങ്ങയും കൊണ്ട് ഒരു അച്ചാറും ഉണ്ടാക്കി. പിന്നെ മോരുണ്ട്.
തണുത്ത മോരാണ്, തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നം. എന്നാലും എന്തെങ്കിലും ഇല്ലാതെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിനി വേഗം പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് സൗണ്ട് ശരിയായിട്ടേ ഇല്ല കേട്ടോ. തൊണ്ടവേദന ഇല്ല, ചുമ മാറിയിട്ടേ ഇല്ല, ഭയങ്കര ചുമയാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു. നല്ല വിശപ്പുണ്ട് കേട്ടോ. കാലത്ത് പോലെ ഒന്നും കഴിക്കാത്തല്ലേ, ചായ മാത്രം കുടിച്ചല്ലേ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ. അപ്പോൾ നമുക്ക് ചോറുണ്ടല്ലോ. ചോറിൽ കുറച്ച് മോര് ഒഴിച്ചിട്ടുണ്ട്, മുട്ട വറുത്തിട്ടുണ്ട്, പിന്നെ വെണ്ടയ്ക്കുപ്പേരി, അച്ചാർ. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എത്ര ലെങ്ത് ആയിട്ടൊന്നും എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ചുമ്മാ ഒരു ദിവസത്തെ കുറച്ച് വീഡിയോസ് എടുത്ത് അങ്ങനെ ഇട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ആളൊരു വാവിനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും. കാരണം മക്കളില്ലാത്ത വീട് ഒട്ടും നല്ലതല്ല കേട്ടോ. അവരുണ്ടെങ്കിൽ ഇവിടെ എന്നും തല്ലുകൂടിയിട്ടൊക്കെയാണ്. ഞങ്ങൾ കുറച്ച് നേരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ ചീത്ത പറയും, തല്ലുകൂടും ഒക്കെ ചെയ്യും. പക്ഷേ മക്കളില്ലാണ്ട് ഒരു നിമിഷം ഇരിക്കാൻ പറ്റില്ല എന്ന്. എനിക്ക് രാത്രിയൊന്നും ഉറങ്ങാൻ ഇവിടെ സൗണ്ടും ബഹളമൊന്നും ഇല്ലാണ്ട് ആകെ മൊത്തം എന്തോ ഒരു മൂകതയാണ്. എവിടെ നോക്കുമ്പോഴും എനിക്ക് അവരവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് തോന്നാം കേട്ടോ. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവരില്ലാത്തത്. വിളിക്കും കേട്ടോ, ദിവസം 3-4 വട്ടം വീഡിയോ കോൾ ചെയ്യും. പക്ഷേ മക്കളിവിടെ ഇല്ലാത്തത് ഭയങ്കരമായിട്ട് മിസ്സിങ്. ഇനി എപ്പോഴും ഞാൻ അവരെ വിടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച പോയതാണ്. ഇപ്പോൾ ഒരാഴ്ച ആവാറായില്ല. ഇത്രയും ദിവസം കിച്ചു ഉണ്ട് ഇവിടെ. പക്ഷെ അവൻ കാലത്ത് അവൻ കളിക്കാൻ പോവും, പിന്നെ വൈകുന്നേരം വരും. അവൻ പിന്നെ ഫോണിൽ കളിച്ചിങ്ങനെ ഇരിക്കും. നമ്മളോട് അധികം സംസാരിക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം അങ്ങനെ മിണ്ടും. പക്ഷെ മാവി അങ്ങനെയല്ല, എപ്പോഴും അമ്മ വിളിച്ച് നമ്മുടെ പിന്നാലെ നടന്നിട്ടേ അവരില്ലാണ്ട് ആകെ എന്തോ ഒരു പോലെയാണ് കേട്ടോ. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു മറ്റന്നാൾ അങ്ങോട്ട് വന്നോളൂ കേട്ടോ, കാലത്ത് തന്നെ വന്നോളൂ പറഞ്ഞപ്പോൾ ആ ശരി അമ്മ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞായറാഴ്ച ഉച്ചയാകുമ്പോഴേക്കും വരുമെന്ന് വിചാരിക്കുന്നു. നാളെ അവിടെ ഒരു പൂരമുണ്ട്. ഇവിടെ നാളെ പൊറ്റനേർച്ചയാണ്. ഞാൻ അങ്ങനെ അതിനൊന്നും പോകാറില്ല കേട്ടോ. പിന്നെ ഞാൻ പൊതുവേ എവിടേക്കും അങ്ങനെ പോകാത്തതുകൊണ്ട് അവർക്കും എവിടെയും പോകാൻ പറ്റണില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു വേറെ എവിടെയും പോയി നിൽക്കാനൊന്നുമില്ല. നിൽക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഏട്ടന് ഇഷ്ടമല്ല, അവരെ എവിടേക്കും അങ്ങനെ വിടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞയക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ചീത്തയൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കലിപ്പിലാണ് ഇപ്പോൾ എന്നോടായിട്ട് വിളിച്ചാലും എപ്പോഴും ദേഷ്യപ്പെടലും കാര്യങ്ങളൊക്കെ, കുട്ടികളെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞിട്ട്. അവരോട് പോകണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ഞാൻ ആലോചിച്ച സ്കൂൾ വെക്കേഷൻ സമയത്തല്ലേ അവർക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകാനും പറ്റുള്ളൂ. പിന്നെ കുറച്ചും കൂടെയൊക്കെ വലുതായി കഴിഞ്ഞാൽ എവിടെയും പോകലൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴൊക്കെ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ പോയി 2 ദിവസം നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ അത് ഇത്രമാത്രം മിസ്സിങ് ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ അമ്മോട് വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് മാവില്ലാണ്ട് പറ്റണില്ല പറഞ്ഞപ്പോൾ അമ്മ പറയും അവരുണ്ടെങ്കിൽ എപ്പോഴും കടിപിടി കൂടിയിട്ടിരിക്കും ചീത്തയും പറഞ്ഞിട്ട്. ഇപ്പോൾ കുട്ടികളില്ലാണ്ടായപ്പോൾ അവൾക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നോട് ഓരോന്ന് പറയുക. അപ്പൂനോട് പറഞ്ഞപ്പോൾ അപ്പു അതന്നെ പറഞ്ഞിട്ടോ, അവർ 2 ദിവസം എവിടെയെങ്കിലും പോയി നിൽക്കട്ടെ, അവർക്ക് വേറെ എവിടെയും പോകാനൊന്നും ഇല്ലല്ലോ, പോയി നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ കുട്ടികളില്ലാണ്ട് പറ്റുകയില്ല. അവരില്ലാണ്ട് എനിക്ക് എങ്ങനെയാണ് ഈശ്വര, അവരൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ ദൂരത്തേക്കൊക്കെ പഠിക്കാൻ പോയാൽ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല. എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിട്ടേ പെട്ടെന്ന് അങ്ങനെ പോകുമ്പോൾ എന്തൊക്കെയോ ഒരു പോലെ ഫീൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വേർത്ത് കുളിച്ചു വയസ്സ്, ഇപ്പോൾ കുളിച്ചു വന്നുള്ളൂ, പക്ഷേ വേർത്ത് കുളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.